അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോഴികൾക്കൊക്കെ വിരമരുന്നൊക്കെ കൊടുക്കുന്നതിന് മുൻപും അതുപോലെ കൊടുത്തു കഴിഞ്ഞാലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊക്കെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ്. കോഴികൾക്കൊക്കെ നമ്മൾ വിരമരുന്ന് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ അവർക്ക് വിറ്റാമിൻ മരുന്നൊക്കെ കൊടുക്കണം. അത് ഒന്നിക്ക് ഗ്രോവിപ്ലക്സ്, അതല്ലെങ്കിൽ വിമറാൾ, അതിലേതെങ്കിലുമൊക്കെ ഒന്ന് അവർ കുടിക്കണ വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുക. അത് നമ്മൾ കോഴികൾ എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ കുടിക്കണ വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ അളവൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ അത് നമ്മൾ തലേ ദിവസം തന്നെ പിറ്റേ ദിവസമൊക്കെ നമ്മൾ കൊടുക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഒഴിച്ചിട്ടൊക്കെ വെള്ളത്തിലൊക്കെ ഒഴിച്ച് കൊടുക്കുക. അത് നമ്മൾ വിരമരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു 3 ദിവസം തലേ ദിവസവും പിന്നെ 2 ദിവസം അങ്ങനെ ഒരു 3 ദിവസം വിറ്റാമിൻ മരുന്നൊക്കെ ഒഴിച്ചങ്ങാണ്ടുള്ള വെള്ളം തന്നെ അവർക്ക് കുടിക്കാനൊക്കെ കൊടുക്കുക. അതിപ്പോൾ നാടൻ കോഴി കുഞ്ഞുങ്ങൾക്കൊക്കെ 2 മാസമായാൽ തന്നെ നമുക്ക് വിരമരുന്ന് കൊടുക്കാം. പിന്നീട് 2 മാസമൊക്കെ കൂടുമ്പോൾ വീണ്ടും കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വിരയുടെ പ്രശ്നം തന്നെ ഉണ്ടാവില്ല. വിരയുടെ പ്രശ്നമുള്ള കോഴികളാണ് ഇങ്ങനെ ഒരു മേലോട്ട് വായും പൊളിച്ച് ഇങ്ങനെ നിന്നുങ്ങാണ്ട് അങ്ങനെ കാണാമല്ലോ കോഴികൾക്ക്. ആ കുഴപ്പം കാണുന്നത് തന്നെ വിരയുടെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ വിരമരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നം കാണൂല. ഇനി അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വിരമരുന്നൊക്കെ കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ ഡോക്ടർക്ക് കൊണ്ടുപോയി കാണിച്ചാൽ അവർ ചോദിക്കലും ഉണ്ട് വിരമരുന്ന് കൊടുത്തിട്ടില്ലേ എന്നൊക്കെ. കൊടുത്തിട്ടില്ല ചിലത് ഇപ്പോൾ നമ്മൾ കൊടുത്താലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കൊടുക്കണത് ചിലപ്പോൾ അവർക്ക് പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെ അങ്ങനെ വീണ്ടും വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ തന്നെ അറിയാം. അപ്പോൾ അവർ പറയൽ ഈ പ്രശ്നം തന്നെയാണ്, വിരയുടെ പ്രശ്നമാണെന്ന് പറയൽ. ഇങ്ങനെ വായൊക്കെ പൊളിച്ചിങ്ങനെ മേലോട്ട് നിന്നിട്ട് ഇങ്ങനെ കോഴികൾ കാണാമല്ലോ ഇങ്ങനെ ശ്വാസം എടുത്തുങ്ങാണ്ട്. അപ്പോൾ അത് ഈ പ്രശ്നമാവും. അല്ലാതെ അത് ശ്വാസം മുട്ടലോ ചുമയോ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് എന്താണെന്ന് നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചാൽ മനസ്സിലാവും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും. ചിലപ്പം വിരമരുന്നൊക്കെ കൊടുക്കാത്ത കോഴികൾക്കും കൊടുക്കണ കോഴികൾക്കും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കൊടുത്ത മരുന്നൊന്നും അവർക്ക് പിടിച്ചിട്ടില്ലെങ്കിലൊക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടാവും ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ അടുത്തൊക്കെ ഡോക്ടർ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്താലാണ് നമുക്ക് ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാവും ചെയ്യുക. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഴികൾക്കൊന്നും വലിയ കുഴപ്പമില്ലാതെ കറക്റ്റ് ആ സമയത്ത് മുട്ടയിടുകയൊക്കെ ചെയ്യും നമ്മൾ വിരമരുന്നൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചില കോഴികളൊക്കെ അതാണ് മുട്ടയിടാനൊക്കെ താമസമായിട്ടൊക്കെ നടക്കണേ, വിരടൊക്കെ പ്രശ്നമൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് വിരമരുന്നൊക്കെ കൊടുക്കണ്ടെങ്കിൽ തന്നെ കോഴികൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എപ്പോഴും തൂക്കലൊന്നും വരും ഒന്നും ചെയ്യൂല. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കുന്ന നാടൻ കോഴികളാണ്. പുറത്ത് വിടുന്ന കോഴികളൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. നമ്മളൊക്കെ ഇവിടെ എന്നും വിരമരുന്നൊക്കെ കൊടുക്കലുണ്ട്. അതുകൊണ്ട് തന്നെ കോഴികൾക്കൊന്നും അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവലുമില്ല. അപ്പോൾ അതുകൊണ്ട് പലരും പറയണതൊക്കെ നമ്മൾ പുറത്ത് വിടുന്ന കോഴികളല്ലേ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ കൊടുക്കാതെ വളർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണമൊക്കെ നല്ലത് തന്നെയാണ്. പിന്നെ പലതും നമ്മൾ കോഴികൾക്കൊക്കെ പുഴുക്കളും ഇതൊക്കെ കൊടുക്കണമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കോഴികളാകുമ്പോൾ അധികം നമ്മൾ വിരമരുന്നൊക്കെ കൊടുക്കും വേണം. അപ്പോൾ ഇവിടെ കോഴികൾക്കൊക്കെ കൊടുക്കലൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് വാക്സിനും അതേമാതിരി വിരമരുന്നൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ സെയിൽ ചെയ്യണമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എല്ലാ മരുന്നും ഇതൊക്കെ കൊടുത്തിട്ട് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയ കോഴികൾക്കും കുഴപ്പമില്ലാതെ അവർക്കും കൂടി ഉണ്ടായി കിട്ടണ്ടേ. അപ്പോൾ അതിനൊക്കെ നല്ലത് ഏറ്റവും നമ്മൾ സെയിലൊക്കെ ചെയ്യണവരെന്തായാലും കറക്റ്റ് വാക്സിനും അതുപോലെ വിരമരുന്നൊക്കെ കൊടുത്തിട്ട് സെയിൽ ചെയ്യുക. എന്നാലും പിന്നെ കൊടുക്കണവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ ആണെങ്കിൽ അവർക്കും നന്നായിട്ട് കോഴികളൊക്കെ തുടർന്നുണ്ടായി കിട്ടാനും നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോയിട്ട് മറ്റുള്ളവർക്കൊന്നും ഉണ്ടാവണം എന്നുള്ള രീതിയിലല്ലേ നമ്മൾ കൊടുക്കണതും അവർ വാങ്ങണതൊക്കെ. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാങ്ങണവർക്കും അതൊരു സൗകര്യമാവും ചെയ്യും. ഇവിടെ എപ്പോഴും മൃഗാശുപത്രിയിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ മരുന്ന് വാങ്ങിയിട്ട് തന്നെയാണ് ഇവർക്ക് വിരമരുന്ന് കൊടുക്കലുള്ളൂ. വേറെ പുറത്തുനിന്ന് ഇതുവരെ മരുന്ന് വാങ്ങി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പലരും വിരമരുന്നിൻ്റെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ അത് മാത്രമേ വാങ്ങിക്കൊടുക്കലുള്ളൂ. അതിപ്പോൾ നമുക്ക് പൈസ ഒന്നും കൊടുക്കും വേണ്ട. പിന്നെ ഇപ്പം നമുക്ക് എപ്പോൾ ചെന്നാലും എത്ര കോഴികളുണ്ട് അതിനനുസരിച്ച് ചോദിച്ചാൽ നമ്മൾ ബോട്ടിൽ കൊണ്ടുപോകണം എന്നുള്ളൂ. നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള മരുന്ന് കിട്ടും. പിന്നെ ആ മരുന്ന് കുഴപ്പമൊന്നുമില്ല, കൊടുത്താലും ഒരു കുഴപ്പമില്ല. വിരയുടെ പ്രശ്നമൊന്നും പിന്നീട് ഉണ്ടാവണമൊന്നുമില്ല. അപ്പോൾ അതൊരു പ്രാവശ്യം കൊടുത്താൽ തന്നെ മതി. അപ്പോൾ അത് അടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലത് അവിടെ തന്നെ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊന്നും പൈസ കൊടുക്കും വേണ്ടല്ലോ, നല്ല മരുന്ന് കിട്ടും ചെയ്യും. അതില്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി എത്ര അളവ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കുപ്പി കൊണ്ടുപോയാൽ കിട്ടുക. 1 മില്ലി വലിയ കോഴികൾക്കും 1/2 മില്ലി കുഞ്ഞുങ്ങൾക്കും ആ രീതിയിലാണ് അവർ കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ അത് രാവിലെ വൈകുന്നേരം കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വാങ്ങിക്കൊടുന്ന് ഈ രീതിയിൽ തന്നെയാണ് കൊടുക്കൽ. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കും. കൂടൊക്കെ നമുക്ക് ഇതുപോലെയാണ്. നമ്മൾ കൂടൊക്കെ എപ്പോഴും നല്ല വൃത്തിയിൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. എനിക്ക് പിന്നെ എപ്പോഴും കൂട് നല്ല വൃത്തിയിൽ കിടക്കണം എന്നുള്ളതാണ്. കൂടാണെങ്കിലും പുറത്ത് കൂടിൻ്റെ പരിസരമൊക്കെ എപ്പോഴും നല്ല വൃത്തിയിൽ തന്നെ ഇടുന്നതാണ്.
അതുകൊണ്ട് പിന്നെ നമ്മൾ കൂട്ടിലന്ന് അത്ര വലിയൊരു കച്ചറൊന്നും ഉണ്ടാവില്ല. ഇപ്പം മണ്ണാണ് ഇടൽ. പിന്നെ ചൂട് വെയിലൊക്കെ തന്നെയല്ലേ, അതുകൊണ്ട് ഈർച്ചപ്പൊടിയൊന്നും തീരെ ഇടലില്ല. അപ്പോൾ വെറും മണ്ണ് മാത്രമേ ഇടലുള്ളൂ. അപ്പോൾ അതൊക്കെ വിരമരുന്ന് കൊടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ നോമ്പിൻ്റെ ഒക്കെ മുൻപായിട്ട് തന്നെ നമ്മൾ കോഴിക്കൂടൊക്കെ വൃത്തിയാക്കിയതാണ്. അപ്പോൾ കോഴിക്കൂടൊക്കെ വൃത്തിയാക്കുന്നതിന് മുൻപ് തന്നെ വിരമരുന്ന് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ കൂടൊക്കെ വൃത്തിയാക്കിയിടുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടിച്ച് ആക്കിയാൽ തന്നെ പെട്ടെന്ന് പോരും ചെയ്യും. നമ്മളെപ്പോഴും വൃത്തിയാക്കുകയാണെങ്കിൽ കൂട്ടിലങ്ങനെ കച്ചറയൊന്നും പിടിച്ചിരിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിയാക്കാനും സൗകര്യമാണ്. ആ മണ്ണും അത് ഈർച്ചപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. അതിൻ്റെ ശേഷം നന്നായിട്ട് അടിച്ചതിൻ്റെ ശേഷം കുമ്മായം ഇടുക. അതുപോലെ മണ്ണും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ വേനൽക്കാലത്തൊക്കെ മണ്ണ് മാത്രം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. വർഷക്കാലത്താകുമ്പോൾ കുറച്ച് ഈർച്ചപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ ആവുമൊന്നും ചെയ്യൂല. പിന്നെ ഇപ്പോൾ അധികം കോഴികളും വലിയ കൂടൊക്കെ ആണെങ്കിൽ എപ്പോഴും വൃത്തിയാക്കലൊന്നും നടക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് ഈർച്ചപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്താണ് ഇടുക. അതുപോലെ കുമ്മായം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കട്ടായിട്ട് നിൽക്കാതെ കൂടിനൊരു ഈർപ്പൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നിൽക്കും ചെയ്യുക. അപ്പോൾ അതിന് ഇടയ്ക്ക് ഓരോന്ന് ഇളക്കി കൊടുത്താൽ മതി. കൂട്ടിലൊക്കെ വലിയ കൂടൊക്കെ ആണെങ്കിൽ ആ രീതിയിലൊക്കെ. ഇതൊക്കെ നമ്മളതൊക്കെ സെപ്പറേറ്റ് വേറെ വേറെ കൂടാവുകൊണ്ട് അധികം വൃത്തിയാക്കാനൊന്നുമില്ല. വൃത്തിയാക്കാനും പണിയില്ല. അങ്ങോട്ട് അടിച്ചാൽ തന്നെ ഒക്കെ കച്ചറയൊക്കെ പോരും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ കൂടൊക്കെ നമ്മൾ വേനൽക്കാലത്തും വർഷക്കാലത്തൊക്കെ ഇടയ്ക്കൊക്കെ ഓരോന്ന് പുകച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കുരുപ്പ് വരാതിരിക്കാനും കോഴികൾക്ക് തൂക്കം വരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ കൂടി വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ ഓരോന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ച് വൃത്തിയാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കണമൊക്കെ നമ്മൾ ഇതിൻ്റെ മുൻപൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നന്നായിട്ടൊന്ന് തീ കത്തിച്ച് കാണിച്ചു കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ കൂടൊക്കെ വൃത്തിയാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ കൂടൊന്ന് വൃത്തിയാക്കിയിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആക്കുമ്പോൾ പിന്നെ വല്ലാതെ നമുക്ക് ആക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല രീതിയിലൊന്ന് തീയും കത്തിച്ച് കാണിച്ചുകൊണ്ട് അതിൻ്റെ ശേഷം കൂട്ടിലുള്ള മണ്ണും ഈർച്ചപ്പൊടിയൊക്കെ പുറത്തോട്ട് മാറ്റുക. എന്നിട്ട് പിന്നീട് തിരിച്ച് വേറെ പുതിയ മണ്ണും ഈർച്ചപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടിലങ്ങനെ പെട്ടെന്ന് കൂട്ടിലൊന്നും ഒരു കച്ചറ ആവില്ല. പിന്നെ കോഴികൾക്ക് കുരുപ്പും ഇതൊന്നും വരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ല കൂട് നല്ല വൃത്തി ഉണ്ടെങ്കിൽ തന്നെ കുരുപ്പൊന്നും വരില്ല. ചൂടൊക്കെ ഇനി വരും. ഇപ്പോൾ വരുന്നൊക്കെ സമയം ആവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മുൻപ് തന്നെ നമ്മൾ കൂടൊക്കെ എപ്പോഴും വൃത്തിയാക്കിയെടുക്കുക. കൂട്ടിലൊക്കെ ഇടയ്ക്ക് ഓരോന്ന് പുകച്ച് കൊടുക്കുക. എന്നാൽ തന്നെ കോഴിപ്പൻ വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി അതാണ്. ഇടയ്ക്കിടയ്ക്ക് കൂട്ടിലൊന്ന് തീ കാണിച്ചു കൊടുത്താൽ മതി. പലരും പറയുന്നതൊക്കെ കോഴിപ്പേൻ്റെ ശല്യമാണ് എപ്പോഴും. അപ്പോൾ കോഴിപ്പേനെ നമ്മൾ ആദ്യം തന്നെ മുട്ട വെക്കുമ്പോഴേ ശ്രദ്ധിച്ചാൽ തന്നെ കോഴിപ്പേൻ വരില്ല. മുട്ട വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ വേനൽക്കാലമാണെങ്കിലും വർഷക്കാലമാണെങ്കിലും ഒക്കെ എപ്പോഴും ഒന്നുകിൽ പുകലപ്പൊടിയോ അതല്ലെങ്കിൽ കൂറച്ചൊക്കെ പൊടിച്ചിട്ടോ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ കോഴിപ്പേൻ്റെ ശല്യം തന്നെ ഉണ്ടാവില്ല. കാരണം ആദ്യം നമ്മൾ വന്നിട്ട് ഇവരൊക്കെ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഴിപ്പേൻ വരാതെ തന്നെ ഇരിക്കും. അപ്പോൾ ആദ്യം തന്നെ വരാതിരിക്കാൻ വേണ്ടി മുട്ട വെക്കുമ്പോഴേ ശ്രദ്ധിച്ചാൽ പിന്നെ എപ്പോഴും നമ്മൾ മുട്ട വെച്ച് വിരിയുമ്പോഴാണ് ഈ കോഴിപ്പേൻ വരിക ചെയ്യുക. അപ്പോൾ ആദ്യം അത് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേയൊക്കെ വരാതിരിക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവർ അതിനോട് ഒഴിവായി കിട്ടാൻ തന്നെ. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് നമ്മൾ കൂടെ എപ്പോഴും വൃത്തിയാക്കുമ്പോൾ ഒക്കെ ഒന്ന് തീ കാണിച്ചു കൊടുക്കുക. എന്നാൽ തന്നെ കുറേ മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ വിരമരുന്നൊക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വിരമരുന്നൊക്കെ കൊടുത്തതിൻ്റെ ശേഷം കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. കൊടുത്തതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് പുതിയതാക്കിയിട്ട് ചെറിയ കൂടുകളൊക്കെ ആണെങ്കിൽ ആദ്യത്തെ കൂട്ടിലുള്ളതൊക്കെ വേസ്റ്റൊക്കെ എടുത്ത് പുറത്തോട്ട് കളഞ്ഞിട്ട് പുതിയ ഈർച്ചപ്പൊടിയോ മണ്ണൊക്കെ അതുപോലെ കുമ്മായൊക്കെ ഇട്ടിട്ട് പുതിയതാക്കി എടുക്കുക. അപ്പോൾ പിന്നെ നമ്മളെ വിരമരുന്നൊക്കെ കൊടുത്തതിനൊരു കാര്യം ഉണ്ടാവും. അപ്പോൾ വീണ്ടും കൊടുക്കേണ്ടതൊന്നും ആവശ്യമൊന്നും വരില്ല. അതല്ല വലിയ കൂടൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും വൃത്തിയാക്കണമെന്ന് നടക്കില്ലല്ലോ. അപ്പോൾ അതൊന്ന് കൂടൊക്കെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ മുകൾ ഭാഗത്ത് കുറച്ച് വീണ്ടും ഈർച്ചപ്പൊടിയോ മണ്ണൊക്കെ ഇട്ടൊന്ന് പുതിയതാക്കിയൊക്കെ എടുക്കുക. അതുപോലെ കുമ്മായൊക്കെ ഒന്ന് വിതറി കൊടുക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ കൊടുത്തതിനൊരു കാര്യം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ പുതിയതാക്കി എടുക്കുകയാണെങ്കിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയൊക്കെ ആണെങ്കിൽ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വിരമരുന്നൊക്കെ കൊടുത്തതിനൊരു കാര്യം ഉണ്ടാവുകയും ചെയ്യും. കോഴികൾക്കൊന്നും വീണ്ടും കൊടുക്കേണ്ടെന്ന് ആവശ്യം വരില്ല. പിന്നീട് 2 മാസമൊക്കെ കൂടുമ്പോൾ ഒക്കെ കൊടുത്താൽ മതിയാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.